ഇപ്പോൾ കാണിക്കുന്നത് മനോഹരമായ ആസ്ഗാർഡാണ്. ഈ ആസ്ഗാർഡിനെ സംരക്ഷിക്കുന്നത് അവിടുത്തെ രാജാവും ദൈവവുമായ ഓഡിനാണ്. പുള്ളിക്കാരനുള്ളപ്പോൾ അവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. എന്നാൽ ഇപ്പോൾ വിൻ്റർ സമയമായതിനാൽ ഓഡിൻ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഓഡിൻ സ്ലീപ്പ് എന്ന വിശ്രമാവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആസ്ഗാർഡിനെ കീഴടക്കുവാനായി കുറേ ഡീമൻസും പിശാചുകളും ആസ്ഗാർഡിൻ്റെ നേരെ വരികയാണ്. അവരെല്ലാം തടയുവാനായി ആസ്ഗാർഡിയൻ സോൾജേഴ്സ് അവിടെ തയ്യാറായി നിൽക്കുന്നു. ഇപ്പോൾ ആസ്ഗാർഡിയൻ സോൾജേഴ്സുമായി ആ പിശാചുകൾ ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവിടെ വലിയൊരു യുദ്ധം തന്നെ നടക്കുന്നു. പക്ഷേ ഇപ്പോൾ ആ യുദ്ധത്തിൽ ഈ ഡീമൻസുമായി ഫൈറ്റ് ചെയ്യാൻ മറ്റൊരാൾ അവിടെ വരികയാണ്. അത് മറ്റാരുമല്ല, ഇടിമിന്നലിന്റെ ദൈവമായ നമ്മുടെ തോറാണ്. ഇപ്പോൾ തോർ ആ ഡീമൻസുമായി ഫൈറ്റ് ചെയ്യുന്നു. ഇതേ സമയം ഇനി ആസ്ഗാർഡിലുള്ള മറ്റൊരു സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ബ്രൂസ് ബാനറിനെ ആരോ ഒരാൾ ഭൂമിയിൽ നിന്നും പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, വില്ലന്മാരെക്കാൾ വലിയ വില്ലനായ നമ്മുടെ സ്വന്തം ലോക്കിയാണ്. ഇപ്പോൾ ലോക്കിയുടെ സഹായിയായി ഒരു പെണ്ണും അവിടെ നിൽപ്പുണ്ട്. അവരുടെ പേരാണ് അമോറ. ഇപ്പോൾ ലോക്കി ബ്രൂസിനോട് നിന്നെ താൻ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ തോറിനെ കൊല്ലാൻ വേണ്ടിയാണെന്നും കാരണം നീ മാത്രമാണ് എല്ലാ യൂണിവേഴ്സിലും തോറിനെ തോൽപ്പിച്ച ഒരാളെന്നും ലോക്കി പറയുകയാണ്. ഇപ്പോൾ ലോക്കി ബ്രൂസിനോട് ഓഡിൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തനിക്ക് തോറിനെ കൊല്ലണമെന്നും അതിന് തനിക്ക് ഹൾക്കിനെ ആവശ്യമാണെന്നും പറയുകയാണ്. അത് കേട്ടതും ബ്രൂസ് താൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന് ലോക്കിയോട് പറഞ്ഞതും അതിന് നിന്റെ സമ്മതം തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ലോക്കി ബ്രൂസിൻ്റെ മുഖത്തടിക്കുന്നു. അപ്പോൾ തന്നെ അടിയുടെ വേദനയേറ്റ് ദേഷ്യം വന്ന ബ്രൂസ് ഹൾക്കായി മാറുകയാണ്. അന്നേരം തന്നെ അമോറ എന്ന പെണ്ണ് ഹൾക്കിനെ നോക്കി ഹൾക്കിൻ്റെ നേരെ എന്തോ മാജിക് ഉപയോഗിച്ചതും ഹൾക്കിൻ്റെ ദേഷ്യമൊക്കെ പോയി പുള്ളിക്കാരൻ്റെ മനസ്സ് ശാന്തമായി മാറുന്നു. അപ്പോൾ തന്നെ അമോറ ഹൾക്കിൻ്റെ അടുത്ത് വന്ന് ഹൾക്കിൻ്റെ ശരീരത്തിൽ തൊട്ട് വീണ്ടും എന്തോ മാജിക് ഉപയോഗിച്ച് ഹൾക്കിൻ്റെ ശരീരത്തിൽ നിന്നും ബ്രൂസിനെ വേർപ്പെടുത്തി എടുക്കുകയാണ്. അത് കണ്ട് ബ്രൂസ് ഞെട്ടിപ്പോകുന്നു. എന്നിട്ട് ഉടനെ തന്നെ അമോറ ലോക്കിയുടെയും ഹൾക്കിൻ്റെയും ദേഹത്ത് തൻ്റെ മാജിക് ഉപയോഗിച്ചതും അതിൻ്റെ ഫലമായി ഹൾക്കിൻ്റെ ശരീരവും മൈൻഡും ലോക്കിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. പിന്നീട് ഇനി കാണിക്കുന്നത് ആസ്ഗാർഡാണ്. അവിടെ ആ ഡീമൺസിനെല്ലാം തോറിൻ്റെ സഹായത്താൽ തോൽപ്പിച്ച് വിശ്രമിക്കുന്ന ആസ്ഗാർഡിയൻ സോൾജേഴ്സ് കുറച്ച് അകലെ ഒരു രാക്ഷസൻ അവർക്ക് നേരെ അലറിക്കൊണ്ട് വരുന്നത് കാണുകയാണ്. ആ രാക്ഷസൻ മറ്റാരുമല്ല, നമ്മുടെ ഹൾക്കാണ്. ഇപ്പോൾ ഹൾക്ക് ഒരു ചെറിയ ഡീമൺ ആയിരിക്കുമെന്ന് വിചാരിച്ച് ആസ്ഗാർഡിയൻ സോൾജേഴ്സ് ഹൾക്കിനെ കൊല്ലാൻ വേണ്ടി ഹൾക്കിൻ്റെ നേരെ ചെല്ലുകയാണ്. ഇപ്പോൾ ഹൾക്കിനെ ആക്രമിക്കാൻ വേണ്ടി ചെന്ന ആസ്ഗാർഡിയൻ സോൾജേഴ്സിനെ മുഴുവൻ ഹൾക്ക് അടിച്ചു തെറിപ്പിക്കുകയാണ്. ശരിക്കും ഹൾക്കിൻ്റെ ശരീരവും മൈൻഡും കൺട്രോളിലെടുത്ത് തൻ്റെ സ്ഥലത്ത് ഇരുന്ന് ലോക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഹൾക്കിനെ വീഴ്ത്തുവാൻ സാധിക്കാത്തതുകൊണ്ട് ഒരു ആസ്ഗാർഡിയൻ സോൾജർ തോറിനെയും മറ്റുള്ളവരെയും അറിയിക്കാൻ വേണ്ടി ഒരു കുഴലെടുത്ത് ഊതുന്നു. അപ്പോൾ തന്നെ ആ കുഴൽ ശബ്ദം കേട്ടതും ഏതോ ഡീമൺ തൻ്റെ സ്ഥലത്ത് വന്നിട്ടുണ്ടെന്ന് തോറിന് മനസ്സിലാകുകയാണ്. അപ്പോൾ തന്നെ തോർ വേഗം അങ്ങോട്ട് ചെന്നതും ഹൾക്കാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നതെന്ന് കാണുന്നു. ഇപ്പോൾ തോർ വന്നതും തോറിനെ ഹൾക്ക് അടിച്ചു തെറിപ്പിക്കുകയാണ്. അന്നേരം തന്നെ തോർ ഹൾക്കിൻ്റെ ഉള്ളിലുള്ളത് ബ്രൂസ് ആണെന്ന് വിചാരിച്ച് ഹൾക്കിനോട് നീ എന്തിനാണ് ആസ്ഗാർഡിൽ വന്നതെന്ന് ചോദിച്ചതും നിന്നെ കൊല്ലാനാണ് താൻ വന്നതെന്ന് ലോക്കിയുടെ സ്വരത്തിൽ ഹൾക്ക് പറഞ്ഞതും ഹൾക്കിനെ ലോക്കി കൺട്രോളിൽ എടുത്തിരിക്കുകയാണെന്ന് തോറിന് മനസ്സിലാകുന്നു. എന്നിട്ടിപ്പോൾ ഹൾക്കിൻ്റെ ശരീരം ഉപയോഗിച്ച് ലോക്കി തോറിനെ അടിക്കുകയാണ്. തോർ തിരിച്ചടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. ഹൾക്ക് തോറിനെ അടിച്ചു വീഴ്ത്തുന്നു. എന്നിട്ട് തോറിൻ്റെ ഹാമർ എടുക്കാൻ ലോക്കി ഹൾക്കിൻ്റെ ശരീരം ഉപയോഗിച്ച് നോക്കിയാണ്. പക്ഷെ ലോക്കി എത്ര ശ്രമിച്ചിട്ടും അതിന് സാധിക്കുന്നില്ല. പക്ഷെ ലോക്കി വീണ്ടും ആ ഹാമർ ഉയർത്തുവാൻ നോക്കുകയാണ്. അപ്പോൾ തന്നെ അമോറ ഇത് നിർത്തുവാനും നീയും ഹൾക്കും തമ്മിലുള്ള ബോണ്ടിങ് ഇല്ലാതെയാകുമെന്നും ലോക്കിയോട് പറയുകയാണ്. ഇപ്പോൾ അമോറ പറഞ്ഞതൊന്നും ലോക്കി കേൾക്കുന്നില്ല. ലോക്കി ആ ഹാമർ എടുക്കാൻ നോക്കിയാണ്. പക്ഷെ അത് നടക്കുന്നില്ല. പെട്ടെന്ന് ഹാമർ തോർ എടുക്കുന്നു. എന്നിട്ട് തോർ ഹാമർ ഉപയോഗിച്ച് ഹൾക്കിൻ്റെ നേരെ ഇടിമിന്നൽ ഉപയോഗിച്ചതും ഹൾക്കിനും ലോക്കിക്കും വേദന എടുക്കുകയാണ്. ഇപ്പോൾ വേദന എടുത്തതുകൊണ്ട് തന്നെ ഹൾക്കിന് വളരെയധികം ദേഷ്യം വരുന്നു. അന്നേരം തന്നെ ലോക്കിക്ക് എന്തൊക്കെയോ സംഭവിക്കുകയാണ്. അപ്പോൾ തന്നെ അമോറ ലോക്കിയോട് ഹൾക്കുമായുള്ള നിന്റെ ബോണ്ടിങ് നഷ്ടപ്പെട്ടുവെന്നും ഹൾക്കിന് ഇനി നിനക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്നും അവൻ്റെ ദേഷ്യം വളരെയധികം വർദ്ധിച്ചെന്നും പറയുകയാണ്. ഇതേ സമയം ലോക്കിയുടെ കൺട്രോളിലാണ് ഹൾക്ക് എന്ന് വിചാരിച്ച് ഹൾക്കിൻ്റെ അടുത്ത് ചെന്ന തോറിനെ ഹൾക്ക് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ലോക്കി തൻ്റെ ഒരു മാജിക് ഗോളത്തിലൂടെ ഹൾക്കിനെയും തോറിനെ നോക്കിയതും ഹൾക്ക് തോറിനെ ഭയങ്കരമായി അടിക്കുന്നത് കണ്ട് ലോക്കിക്ക് വളരെയധികം സന്തോഷം വരികയാണ്. പക്ഷേ അമോറയ്ക്ക് അതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. പുള്ളിക്കാരി അവിടെ നിന്ന് എങ്ങോട്ടോ പോകുന്നു. ഇപ്പോൾ അമോറ പോയി കഴിഞ്ഞതും ബ്രൂസ് നീ ചെയ്യുന്നത് തെറ്റാണെന്നും മാത്രമല്ല ഹൾക്കിൻ്റെ ഉള്ളിൽ ആരുമില്ലെങ്കിൽ ഹൾക്കിനെ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കില്ല എന്നും അവൻ നിന്റെ ഈ ആസ്ഗാർഡിനെ മുഴുവൻ നശിപ്പിക്കുമെന്നും ലോക്കിയോട് പറഞ്ഞതും ലോക്കിക്ക് ദേഷ്യം വരികയാണ്. എന്നിട്ട് ഉടനെ തന്നെ ലോക്കി തൻ്റെ പവർ ഉപയോഗിച്ച് ബ്രൂസിനെ കൊന്നുകളയുന്നു. ഇതേ സമയം ഹൾക്ക് വളരെ ഭയങ്കരമായി തോറിനെ അടിക്കുകയാണ്. തോറിനെ തിരിച്ചടിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇപ്പോൾ ഹൾക്കിൻ്റെ അടിയെല്ലാം തോറ് മരിക്കാറായി അവിടെ കിടക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഹൾക്ക് അടിയെല്ലാം നിർത്തിയിട്ട് ആസ്ഗാർഡിലേക്ക് നോക്കിയതും അവിടെ ഒരു വെളിച്ചം കണ്ടതും ഹൾക്ക് അങ്ങോട്ട് പോകുന്നു. ശരിക്കും ആ വെളിച്ചം ഓടിനുറങ്ങി കിടക്കുന്ന മുറിയിൽ നിന്നുമാണ് വരുന്നത്. അങ്ങോട്ടാണ് ഇപ്പോൾ ഹൾക്ക് പോയിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഹൾക്ക് പോയി കഴിഞ്ഞത് മരിക്കാറായി കിടക്കുന്ന തോറിൻ്റെ അടുത്തേക്ക് അമോറ വരികയാണ്. എന്നിട്ട് തോറിനോട് നീ തനിക്ക് പകരമായി ലേഡി സിഫിനെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തതുകൊണ്ടാണ് തനിക്ക് നിന്നോട് ദേഷ്യമുണ്ടായതെന്നും അതുകൊണ്ടാണ് താൻ ഇതെല്ലാം നിന്നോട് ചെയ്തതെന്നും പക്ഷേ തനിക്ക് ഒരിക്കലും നീ മരിക്കുന്നത് കാണാൻ സാധിക്കില്ല എന്നും അത്രയ്ക്കും തനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും അതുകൊണ്ട് നീ പഴയതുപോലെ തിരിച്ചു വരണമെന്നും പറഞ്ഞ് അമോറ തോറിനെ ഉമ്മ വെച്ചതും തോറിൻ്റെ ശരീരത്തിലെ മുറിവുകളും ചതവുകളും എല്ലാം പോയി തോറിന് പഴയതുപോലെ ആരോഗ്യം ലഭിക്കുകയാണ്. അപ്പോൾ തന്നെ തോർ തന്നെ ഹാമർ എടുത്തിട്ട് അമോറയോട് എവിടെയാണ് ലോക്കി ഉള്ളതെന്ന് ചോദിക്കുന്നു. പിന്നീട് ഇനി കാണിക്കുന്നത് ഹൾക്കിനെയാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ആ വെളിച്ചം തേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ തൻ്റെ നേരെ വന്ന ആസ്ഗാർഡിയൻ സോൾജേഴ്സിനെ മുഴുവൻ അടിച്ച് തെറിപ്പിക്കുകയാണ്. മാത്രമല്ല ആ സ്ഥലങ്ങൾ മുഴുവൻ നശിപ്പിച്ചുമാണ് ഹൾക്ക് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഹൾക്ക് ഓഡിൻ്റെ അടുത്തേക്കാണ് പോകുന്നതെന്ന് തൻ്റെ ആ മാജിക് ഗോളത്തിലൂടെ കണ്ട ലോക്കി ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ തന്നെ ലോക്കിയുടെ അടുത്തേക്ക് തോറും വരുന്നു. ഇപ്പോൾ തോറിനെ കണ്ടതും ലോക്കി വീണ്ടും ഞെട്ടിപ്പോകുന്നു.
ഇപ്പോൾ തോർ ഓടിച്ചെന്ന് ലോക്കിയുടെ കഴുത്തിന് മുറുകെ പിടിച്ച് ലോക്കിയെ താഴെ ഇടുന്നു. എന്നിട്ട് ലോക്കിയോട് ഹൾക്കിനെ ഭൂമിയിലേക്ക് അയച്ചതിന് ശേഷം ഓടിൻ്റെ മുന്നിൽ നീ ചെയ്ത തെറ്റുകൾക്ക് നീ തന്നെ ഉത്തരം പറയേണ്ടി വരുമെന്ന് തോർ പറയുകയാണ്. ഇതേസമയം തോറിൻ്റെ കൂടെ അവിടെ വന്ന അമോറ വേഗം ബ്രൂസിനെ നോക്കിയാണ്. അതെന്തുകൊണ്ടെന്നാൽ ഹൾക്കിനെ ഭൂമിയിലേക്ക് അയക്കണമെങ്കിൽ ബ്രൂസിനെ ഹൾക്കുമായി വീണ്ടും ഒന്നിപ്പിക്കണം. എന്നിട്ടിപ്പോൾ ബ്രൂസിനെ നോക്കി നടന്ന അമോറ ബ്രൂസ് അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ട് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ തന്നെ ലോക്കിയോട് നീ എന്ത് മണ്ടത്തരമാണ് ഈ കാണിച്ചതെന്നും ബ്രൂസ് ആസ്ഗാർഡിൽ കടന്ന് മരിച്ചതുകൊണ്ട് ബ്രൂസിൻ്റെ ആത്മാവിനെ ഹെല എടുത്തുവെന്നും ബ്രൂസിൻ്റെ ആത്മാവില്ലാതെ ഹൾക്കിനെ എർത്തിലേക്ക് അയക്കുവാൻ സാധിക്കില്ല എന്നും ബ്രൂസ് ഇല്ലെങ്കിൽ ഹൾക്ക് ആസ്ഗാർഡിൽ നിന്ന് ഒരിക്കലും പോകില്ല എന്നും അമോറ പറയുകയാണ്. ഇതേസമയം ആസ്ഗാർഡിൽ ഓടിൻ്റെ അടുത്തേക്ക് പോകുന്ന ഹൾക്കിനെ തടയുവാനായി വലിയൊരു ആസ്ഗാർഡിയൻ സൈന്യവും പിന്നെ വോൾക്കേരീസിൻ്റെ സൈന്യവും അവിടെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ടിപ്പോൾ അവരെല്ലാവരും കൂടി ഹൾക്കിനോട് ഫൈറ്റ് ചെയ്യുന്നു. ഇതേസമയം ഇപ്പോൾ തോർ അമോറയോട് ലേഡി സിഫിൻ്റെ കൂടെ ഓടിനെ സംരക്ഷിക്കുവാനായി നീ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞതും ഒട്ടും താല്പര്യമില്ലാതെ അമോറ അങ്ങോട്ട് പോവുകയാണ്. കാരണം പുള്ളിക്കാരിക്ക് ലേഡി സിഫിനെ ഇഷ്ടമല്ല. എന്നിട്ടിപ്പോൾ തോർ ലോക്കിയോട് നിൻ്റെ കൈവശമുള്ള ഡാർക്ക് ഫോഴ്സിനെ ഹൾക്കുമായി ബാറ്റിൽ ചെയ്യാൻ അങ്ങോട്ട് അയക്കുവാൻ പറയുകയാണ്. ഇപ്പോൾ തോർ ലോക്കിയോട് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ തന്നെ ബ്രൂസിൻ്റെ ആത്മാവിനെ തിരിച്ചു മേടിക്കുവാനായി ഹെല്ലിലേക്ക് പോകുകയാണെന്ന് പറയുന്നു. ഇതേസമയം ആസ്ഗാർഡിൽ നമ്മുടെ ഹൾക്ക് തൻ്റെ നേർക്ക് വന്ന ആസ്ഗാർഡിയൻ സോൾജേഴ്സിനെയും പിന്നെ വോൾക്കേരീസിനെയും അടിച്ചു വീഴ്ത്തുകയാണ്. എന്നിട്ട് ഓടിൻ്റെ മുറിയിൽ നിന്നുമുള്ള വെളിച്ചം കണ്ട് അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങിയതും പെട്ടെന്ന് വലിയ ഫ്രോസ്റ്റ് ജയൻസ് വന്ന് ഹൾക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. തോർ പറഞ്ഞിട്ട് ലോക്കിയാണ് ഈ ഫ്രോസ്റ്റ് ജയൻസിനെ ഹൾക്കിനെ അറ്റാക്ക് ചെയ്യാൻ അങ്ങോട്ട് അയച്ചത്. അങ്ങനെ ഇപ്പോൾ ആ ഫ്രോസ്റ്റ് ജയൻസുമായി ഹൾക്ക് അവിടെ ഫൈറ്റ് ചെയ്യുകയാണ്. ഇതേസമയം ഹെല്ലിലെത്തിയ തോറും ലോക്കിയും വേഗം ബ്രൂസിൻ്റെ ആത്മാവിനെ ചോദിക്കുവാനായി ഹെലയുടെ അടുത്തേക്ക് പോകുന്നു. ഈ ഹെല നമ്മുടെ ലോക്കിയുടെ മകളും കൂടിയാണ്. പക്ഷേ അതിൻ്റെ യാതൊരു ബഹുമാനവും ഹെലയ്ക്കില്ല. അങ്ങനെ ഇപ്പോൾ തോർ ഹെലയെ കണ്ട് കാര്യം പറയുന്നു. പക്ഷേ ഹെല അതിന് സമ്മതിക്കുന്നില്ല. തനിക്ക് ലഭിച്ച ബ്രൂസിൻ്റെ ആത്മാവിനെ താൻ ഒരിക്കലും തിരിച്ചു തരില്ല എന്ന് ഹെല അവരോട് പറയുന്നു. അപ്പോൾ തന്നെ ലോക്കി ഹെലയോട് നീ പറഞ്ഞത് തെറ്റാണെന്നും ബ്രൂസിൻ്റെ ആത്മാവിനെ മുഴുവനായും നിനക്ക് ലഭിച്ചിട്ടില്ല എന്നും അവൻ്റെ മറ്റേ പകുതിയായ ഹൾക്കിനെയും കൂടി നിനക്ക് ലഭിച്ചാൽ മാത്രമേ ആത്മാവിനെ മുഴുവനായും നിനക്ക് ലഭിക്കുള്ളൂവെന്നും ലോക്കി പറയുകയാണ്. ഇപ്പോൾ ലോക്കി പറഞ്ഞതെല്ലാം കേട്ടതും ഹെലയുടെ മനസ്സ് മാറുകയാണ്. ഇതേസമയം ഹൾക്ക് ആസ്ഗാർഡിൽ ആ ഫ്രോസ്റ്റ് ജയൻസിനെ അടിച്ചു വീഴ്ത്തുകയാണ്. ഇപ്പോൾ ഹൾക്ക് ആ ഫ്രോസ്റ്റ് ജയൻസിനെ അടിച്ചു വീഴ്ത്തിയിട്ട് ഓടിൻ്റെ മുറിയുടെ അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് അവിടെയുള്ള വാതിൽ അടിച്ചു തകർത്ത് ഹൾക്ക് അകത്ത് കയറിയതും അപ്പോൾ തന്നെ ഹൾക്കിൻ്റെ നേരെ കുറേ സോൾജേഴ്സ് വരികയാണ്. ഹൾക്ക് വളരെ സിമ്പിളായി അവരെല്ലാം അടിച്ചു തെറിപ്പിക്കുന്നു. അന്നേരം തന്നെ ഹൾക്കിൻ്റെ നേരെ അമോറ തൻ്റെ പവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഹൾക്കിനെ ഏൽക്കുന്ന പോലുമില്ല. ഹൾക്ക് അമോറയെയും വീഴ്ത്തുന്നു. അത് കണ്ടതും ലേഡി സിഫ് ഹൾക്കുമായി ഫൈറ്റ് ചെയ്യുകയാണ്. ഇതേസമയം ഹെല ബ്രൂസിൻ്റെ ആത്മാവിനെ തോറിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നു. അപ്പോൾ തന്നെ തോർ കാര്യങ്ങളെല്ലാം ബ്രൂസിനോട് പറഞ്ഞതും ബ്രൂസ് അതിനോട് സമ്മതിക്കുന്നില്ല. തനിക്ക് ഒരിക്കലും ഇനി ഹൾക്കിനെ വേണ്ട എന്ന് ബ്രൂസ് പറയുന്നു. തോർ എത്ര പറഞ്ഞിട്ടും ബ്രൂസ് സമ്മതിക്കുന്നില്ല. അന്നേരം തന്നെ ലോക്കി ഹെലയുടെ അടുത്ത് വന്ന് ഹെലയോട് ഹൾക്കിൻ്റെ ആത്മാവ് നിൻ്റേതാണെന്നും അവനെ ഈ ഹെല്ലിൽ കൊണ്ടുവന്ന് ബ്രൂസുമായി ഒന്നിപ്പിക്കാനും എന്നിട്ട് ആത്മാവിനെ സ്വന്തമാക്കാനും ലോക്കി പറയുകയാണ്. ഇപ്പോൾ അത് കേട്ടതും ലേഡി സിഫിനെ അടിച്ചു വീഴ്ത്തിയിട്ട് ഓടിൻ്റെ അടുത്തേക്ക് ചെന്ന സമയത്ത് തന്നെ ഹൾക്കിനെ ഹെല ഹെല്ലിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ ഇപ്പോൾ ഹെല്ലിൽ വന്ന ഹൾക്ക് അവിടെ മുഴുവൻ അടിച്ചു തകർക്കാൻ തുടങ്ങിയാണ്. മാത്രമല്ല അവിടെയുള്ള സോൾസിനെയും ഹൾക്ക് വെറുതെ വിടുന്നില്ല. ഇപ്പോൾ അതെല്ലാം കണ്ടതും ഹെല ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് ഹൾക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നോട് പറഞ്ഞ ലോക്കിയെ നോക്കി ഹെല ദേഷ്യപ്പെടുകയാണ്. സ്വന്തം അച്ഛനാണെന്ന് പോലും ഹെല ഓർക്കുന്നില്ല. ഇപ്പോൾ ഹൾക്ക് നരകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടതും ഹൾക്കിനെ തടയുവാനായി തോർ ചെല്ലുകയാണ്. തോർ എത്ര ശ്രമിച്ചിട്ടും തോറിനെ ഹൾക്കിനെ തടയുവാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ തോറിനെ സഹായിക്കുവാനായി അവിടെ ലോക്കിയും വരുന്നു. അങ്ങനെ തോറും ലോക്കിയും ഒന്നിച്ച് നിന്ന് ഇപ്പോൾ ഹൾക്കുമായി ഫൈറ്റ് ചെയ്യുകയാണ്. പക്ഷെ അത് വിജയിക്കുന്നില്ല. അവരെ രണ്ടുപേരെയും ഹൾക്ക് നിസാരമായി തോൽപ്പിക്കുന്നു. എന്നിട്ട് അവരെ ഹൾക്ക് കൊല്ലാൻ വേണ്ടി ഇപ്പോൾ പോയതും അപ്പോൾ തന്നെ ബ്രൂസ് അവരെ ഒന്നും ചെയ്യരുതെന്നും നിനക്ക് വേണ്ടത് എന്നെയല്ല എന്നും എൻ്റെ ജീവൻ എടുത്തോളാനും ഹൾക്കിനോട് പറഞ്ഞതും ഹൾക്ക് തോറിനെയും ലോക്കിയെയും വെറുതെ വിട്ടിട്ട് ബ്രൂസിൻ്റെ നേരെ ദേഷ്യത്തോടെ ഓടി ചെല്ലുകയാണ്. അങ്ങനെ ഇപ്പോൾ ബ്രൂസിൻ്റെ അടുത്തേക്ക് ഹൾക്ക് എത്തിയതും അപ്പോൾ തന്നെ ഹെല ഹൾക്കിനെയും ബ്രൂസിനെയും തൻ്റെ പവർ ഉപയോഗിച്ച് പഴയതുപോലെ ഒന്നിപ്പിക്കുന്നു. അപ്പോൾ തന്നെ ദേഷ്യമൊക്കെ പോയി ഹൾക്ക് ബ്രൂസായി മാറുകയാണ്. അന്നേരം തന്നെ ഹെല തോറിനോടും ലോക്കിയോടും ഹൾക്കിനെ നരകത്തിൽ നിർത്തിയാൽ അവൻ ഇവിടം മുഴുവൻ നശിപ്പിക്കുമെന്നും അതുകൊണ്ട് താൻ ബ്രൂസിനെ എർത്തിലേക്ക് തിരിച്ചയക്കുവാണെന്നും പറഞ്ഞ് നമ്മുടെ ബ്രൂസിനെ തിരിച്ച് ഭൂമിയിലേക്ക് അയക്കുന്നു. അങ്ങനെ ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം മാറിയെന്ന് ആശ്വസിച്ച് നിൽക്കുന്ന തോറിൻ്റെ അടുത്ത് ഹെല വന്നിട്ട് ബ്രൂസിൻ്റെ ആത്മാവിന് പകരമായി തനിക്ക് മറ്റൊരു ആത്മാവിനെ വേണമെന്നും അതുകൊണ്ട് നിൻ്റെ ആത്മാവിനെ തനിക്ക് നൽകണമെന്നും ഹെല തോറിനോട് പറയുകയാണ്. ഇപ്പോൾ ഹെല തൻ്റെ സോളിനെ ആവശ്യപ്പെട്ടത് കേട്ടതും തോർ ഹെലയോട് നിനക്ക് തൻ്റെ ആത്മാവിനെ വേണമെങ്കിൽ നീ തന്നോട് ഫൈറ്റ് ചെയ്യണമെന്നും അങ്ങനെ ഈ ഫൈറ്റും കൂടി ഇവിടെ നടന്നാൽ ഇവിടെ കുറേയും കൂടി തകരുമെന്നും പറയുകയാണ്. അത് കേട്ടതും ഹെല ഒന്ന് ആലോചിച്ചിട്ട് തോറിന് പകരം നമ്മുടെ ലോക്കിയുടെ ആത്മാവിനെ എടുക്കുകയാണ്. അത് കണ്ടതും ലോക്കി നിലവിളിക്കുന്നു. പക്ഷേ തോർ ലോക്കിയെ രക്ഷിക്കുന്നില്ല. കാരണം ഈ ലോക്കി കാരണമാണല്ലോ ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്നിട്ടിപ്പോൾ തോറ് ഹെല്ലിൽ നിന്നും തിരിച്ച് ആസ്ഗാർഡിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ആസ്ഗാർഡിലെത്തിയതും ലേഡി സിഫ് തോറിനെ കെട്ടിപ്പിടിക്കുന്നു. അത് കണ്ടതും അവിടെ നിന്നിരുന്ന അമോറ സങ്കടപ്പെട്ട് അവിടുന്ന് പോവുകയാണ്. പിന്നീട് ഇനി കാണിക്കുന്നത് ഓഡിൻ സ്ലീപ്പിൽ നിന്നും എഴുന്നേൽക്കുന്ന ഓഡിനെയാണ്. പുള്ളിക്കാരനെ ഇപ്പോൾ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ആസ്ഗാർഡിനെ വലിയ അപകടങ്ങളിൽ നിന്നും കാത്തു രക്ഷിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. മാത്രമല്ല സ്വന്തം നാട് പോലുമല്ലാത്ത ഈ ആസ്ഗാർഡിനെ രക്ഷിച്ച ബ്രൂസ് ബാനറിനും ഓഡിൻ നന്ദി പറയുന്നു. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.